ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മൊഡ്യൂൾ 3 നെക്സ്റ്റ് അൽഗോരിതം ആണ്. നമ്മൾ ഇതിനു മുന്നേ മിനിമൽ സ്പാനിങ് ട്രീയിലെ പ്രിംസ് അൽഗോരിതം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞത് ഒരു സെയിം മെത്തേഡിൽ ചെയ്യുന്ന ഒന്നുകൂടുണ്ട്, ക്രൂസ്കേൽസ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട്. അത് സെയിം മെത്തേഡാണ്. നമുക്ക് n വെർട്ടെക്സ് ഉണ്ടെങ്കിൽ n-1 എഡ്ജസ് കണ്ടുപിടിച്ച് ഒരു മിനിമൽ സ്പാനിങ് ട്രീ സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ ആകെ ഒരു വ്യത്യാസം പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ആർബിട്രറി വെർട്ടെക്സ് എടുത്തിട്ട് ആ ആർബിട്രറി വെർട്ടെക്സിൽ നിന്ന് ഫർദർ ആയിട്ട് മൂവ് ചെയ്ത് ഒരു ഇറ്ററേഷൻ വഴി നെക്സ്റ്റ് മിനിമൽ വെയിറ്റ് വരുന്ന എഡ്ജിനെ എടുത്തെടുത്ത് പോകുമായിരുന്നു. ഇവിടെ ആ ഒരു വ്യത്യാസം പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാ വെർട്ടെക്സിന്റെയും വെയിറ്റ് ലിസ്റ്റ് ചെയ്യും അസെൻഡിങ് ഓർഡർ. ഏറ്റവും മിനിമൽ വെയിറ്റ് വരുന്ന വെർട്ടെക്സ് ടു മാക്സിമൽ വെയിറ്റ് വരുന്ന മിനിമൽ വെയിറ്റ് വരുന്ന എഡ്ജ് ടു മാക്സിമൽ വെയിറ്റ് വരുന്ന എഡ്ജ് എന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ നിന്ന് ഏറ്റവും മിനിമൽ വെയിറ്റ് വരുന്ന എഡ്ജിനെ ചൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിംസും ക്രൂസ്കേൽസുമായിട്ട് അതർ ഡിഫറൻസ് ഒന്നും പറയാനായിട്ടില്ല. ഇതേ മെത്തേഡ് നമുക്ക് അവിടെ ചൂസ് ചെയ്യാം. ഏറ്റവും മിനിമൽ വെയിറ്റ് വരുന്ന ഏതെങ്കിലും ഒരു എഡ്ജ് ചൂസ് ചെയ്തിട്ട് അതിന് ആർബിട്രറി വെർട്ടെക്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അതിന്റെ പ്രോബ്ലം അതിന്റെ ഡീറ്റെയിൽസും നോക്കാം. സോ ക്രൂസ്കേൽസ് അൽഗോരിതം മിനിമം സ്പാനിങ് അൽഗോരിതം തന്നെയാണ്. സോർട്ട് എഡ്ജ് വെയിറ്റ് വെച്ചിട്ട് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്ന ഒരു കേസാണ്. സൈക്കിൾ ഇല്ലാതെ വരണം. സ്പാനിങ് ട്രീക്ക് നമുക്ക് സൈക്കിൾ വരാൻ പാടില്ല. ട്രീ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ആണ്, സൈക്ലിക് ആണ്. സോ നമുക്ക് പ്രോബ്ലം നോക്കാം, അതായിരിക്കും ബെറ്റർ. So this is the problem. Also part of a note. Find the minimal spanning tree for the following graph using Kruskal's algorithm. നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് നോക്കിയിട്ട് എത്ര വെർട്ടെക്സ് ഉണ്ട്. So clearly we can find out 1, 2, 3, 4, 5 and 6. നമുക്ക് നമ്പർ ഓഫ് വെർട്ടെക്സ് ആണെന്നുള്ളത്. സോ നമ്പർ ഓഫ് എഡ്ജസ് m എന്ന് പറയുന്നത് 6 - 1 5 എഡ്ജസ് വരുന്ന ഒരു സ്പാനിങ് ട്രീ ആണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് എഡ്ജസുകളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക അലോങ് വിത്ത് ഈച്ച് വെയിറ്റ്. ഫോർ എക്സാമ്പിൾ AB എന്നൊരു എഡ്ജ് ഉണ്ട്. ABയുടെ വെയിറ്റ് എന്താണ് 3. അതേപോലെ നമുക്ക് അടുത്ത് AE എടുക്കാം. AEയുടെ വെയിറ്റ് എന്ത് വരും 1. ഇതേപോലെ ഓരോ എഡ്ജും അതിന്റെ വെയിറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് പേജിൽ ഞാൻ ഓൾറെഡി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ വെയിറ്റ് വന്നിരിക്കുന്നത്. എഡ്ജിന് കറസ്പോണ്ടിങ് വെയിറ്റുകളാണ് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ ചെയ്തിരിക്കുന്നത് അസെൻഡിങ് ഓർഡറാണ് വെയിറ്റിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. AE വെയിറ്റ് 1, CD വെയിറ്റ് 2, AB വെയിറ്റ് 3, BF വെയിറ്റ് 4, EF 5, BE 6 ആൻഡ് സോ ഓൺ. ED എന്ന് പറഞ്ഞ ഹയസ്റ്റ് വെയിറ്റ് 11 വരുന്നത്. നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഏറ്റവും മിനിമൽ വെയിറ്റ് വരുന്ന എഡ്ജിനെ ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എഡ്ജിനെ ആദ്യമേ ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ എഡ്ജിനെ ആദ്യം കൊണ്ട് എടുക്കുക. വെയിറ്റ് 1 വരുന്നു. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. സോ ആ മിനിമൽ വെയിറ്റിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഈ എയും ഇയും എൻഡ് വെർട്ടിസുകളായിട്ട് വരുന്ന മറ്റ് എഡ്ജുകളെ കണ്ടുപിടിക്കുക. എയും ഇയും എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യുവാണ്, നമുക്ക് ടിക്ക് ഇടാൻ വേണ്ടി മാത്രമേ. ഇവിടെ നമുക്ക് AB എന്ന ഒരു വെർട്ടെക്സ് ഉണ്ട്. A ആണ് രണ്ട് വെർട്ടെക്സ് വരുന്നത്. അതുപോലെ EF എന്ന് പറഞ്ഞുണ്ട്, BE എന്ന് പറഞ്ഞുണ്ട്, AD എന്നുണ്ട്, EF എന്ന് പറഞ്ഞുണ്ട്, ആൻഡ് ED എന്നുണ്ട്. ഇത് ഇത്രയും എന്താണ് A അല്ലെങ്കിൽ ഈ എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്ന എഡ്ജുകളാണ്. ഇനി അതിനകത്തെ വാല്യൂസ് നോക്കി 3, 5, 6, 7, 8, 11. ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ ഇതാണ് 3. സോ ആ ഒരു എഡ്ജ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് 1 ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ B എന്ന് പറഞ്ഞവരാണ് നേരെ താഴത്തേക്ക് വരുന്ന ഒരു വെർട്ടെക്സ് ആയിരുന്നു. ഓക്കെ, B ഇവിടെയാണ് വരുന്നത്. ബിയുടെ വെയിറ്റ് എത്രയാണ് 3. ഇത് നോക്കണം, ഈ എയും ഇയും ബിയും ഇത് മൂന്നും എൻഡ് വെർട്ടെക്സുകളായിട്ട് വരുന്നത് എത്തുന്നുണ്ടോ. സോ എയുടെയും ഇയുടെയും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഈ ബി എൻഡ് വെർട്ടെക്സ് ആയിട്ട് വരുന്നത് AB ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഓക്കെ, BCയും കൂടെ ഉണ്ട്. BCയും BF ഉണ്ട്. വാല്യൂസ് നോക്കിയോളൂ. 3 എടുത്ത് ഞാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, 1 എടുത്തു, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറിയത് ഏറ്റവും മിനിമൽ വാല്യൂ ഏതാണ്, ക്ലിയർലി 4 ആണ് അല്ലെ, നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് ഈ വാല്യൂ അതായത് BF എന്നുള്ളത്
എഫ് എവിടെ വരുന്നത്? നേരെ താഴേക്ക് വരുന്നു. എഫ് എടുത്തു. ഇവിടെ നമ്മൾ സ്റ്റെപ്പ് 2 ചെയ്താണ് ബിനെ കണ്ടുപിടിച്ചത്. സ്റ്റെപ്പ് 3 ചെയ്താണ് എഫിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് എനിക്ക് നോട്ട് തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ് എടുക്കുന്ന രീതി ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത് നോക്കിയോളൂ. എഫ് കിട്ടി. ഇനി എഫും കൂടെ എൻ്റെ വെർട്ടെക്സ് ആകുന്ന എത്ര ഉണ്ട്? ഓക്കെ, എഫും കൂടെ എൻ്റെ വെർട്ടെക്സ് ആകുന്ന ഡി എഫും കൂടെ ഉള്ളൂ. ഡി എഫിന്റെ വെയിറ്റ് എത്രയാണ്? 9 ആണ് വരുന്നത്. അതല്ലാതെ നോക്കി, ഇനി ഏറ്റവും മിനിമം വാല്യൂ ആണ് 5 ആണ്. ഇ എഫ് അല്ലെ, ഇ എഫ് 5 ആണ്. അപ്പൊ നമ്മള് അതാണ് അടുത്തായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്. 5 എടുത്തു. ഇ എവിടെയാണ് വരുന്നത്? ഇക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെയാണ് വരുന്നത്. ഇ എഫ് സോറി ഇ എഫ് എടുക്കാൻ പറ്റില്ല. പ്രോബ്ലം. കാര്യം എന്താ? ഇ എവിടെയാണ് വരുന്നത്? ഈ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. പ്രശ്നം എന്താ? ഇ എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫോം എ സൈക്കിൾ. പ്രശ്നമായില്ലേ? ഇ എഫ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? സൈക്കിൾ ആകും. അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത ഏതായിരുന്നു? ഇ എഫ് 8 ആണ്. സോറി, ഇത് സി എഫ് ആണോ? ഇത് സി എഫ് ആണ്. ചൂസ് ചെയ്യാം. സി എഫ് ചൂസ് ചെയ്യാം. സോറി, ഇ എഫ് ആണ് 8 വരുന്നത്. നമ്മൾ വായിച്ചത് കറക്റ്റ് ആയിരുന്നു. എന്തിനാ ഇതിന്റെ വാല്യൂ സി ആണ്. ഈ അല്ല സി ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് എത്രയാണ്? 5 ആയിരുന്നു. അത് പോസിബിൾ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ഈ സിയും കൂടെ ഇൻവേർട്ടെക്സ് ആകുന്ന ഏതാണ്? അതേപോലെ സി ഡി നിൽപ്പുണ്ട്. സി ഡി വാല്യൂ ചെയ്ത 2. ഏറ്റവും മിനിമം ഉള്ളത് 2 അല്ലേ? നമുക്ക് 2 കൂടെ ചൂസ് ചെയ്യാം. ഇപ്പൊ ഈ 2 എടുത്തിട്ടുണ്ട്. 2 എവിടെ വരുന്നത്? നമുക്ക് സി എന്നുള്ളതായിരുന്നു. സി ടു ഡി ആണ് പറയുന്നത്. ഡി നമുക്ക് എയുടെ ഓപ്പോസിറ്റ് ആണ് വന്നിരുന്നത്. ഹിയർ ഡിയുടെ വാല്യൂ ഇതാണ്. 82 ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇത് സ്റ്റെപ്പ് 4 കിട്ടി. ഇത് സ്റ്റെപ്പ് 5 കിട്ടി. അങ്ങനെ നമുക്ക് ഓരോന്ന് എടുത്ത് കിട്ടി. ഈ കിട്ടിയിരിക്കുന്ന ഗ്രാഫാണ്. ഇതാണ് നമ്മുടെ മിനിമൽ സ്പാനിങ് ട്രീ. ഇതിന്റെ വെയിറ്റും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കാം. മിനിമം വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 + 3 + നെക്സ്റ്റ് വാല്യൂ എത്രയായിരുന്നു? ബി എഫിന്റെ വാല്യൂ എത്രയായിരുന്നു? 4. ഓക്കെ, 4 + 5 + 2 വാല്യൂ എത്രയാ വരുന്നത്? 50. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെഴുതുക? മിനിമൽ വെയിറ്റ് 1 ആണ്. എയുടെ മിനിമൽ വെയിറ്റ് 1 ആണ്. സോ AE എന്ന് ഫസ്റ്റ് സ്റ്റെപ്പിൽ കൊടുക്കുക. വേറെ കളർ എഴുതാം അല്ലേ? Step 1, here the minimum weight is 1. It is 1. For the X, AE. So we are choosing A. That separate ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സ്റ്റെപ്പ് 2 എന്താകും? ഓക്കെ, സ്റ്റെപ്പ് 2 എക്സ്പ്ലനേഷൻ എന്താ വരിക? എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നെക്സ്റ്റ് പോസിബിൾ എഡ്ജസ് ഏതൊക്കെയായിരുന്നു വരുന്നത്? എ ഇയും എടുത്തു കഴിഞ്ഞാൽ എയുടെയും ഇയുടെയും വാല്യൂസ് വരുന്ന കഴിഞ്ഞു. എ ബി വിത്ത് വെയിറ്റ് എത്രയാണ്? 3 ആൻഡ് അടുത്തേതായിരുന്നു? ബി വിത്ത് വെയിറ്റ് 6. ഇങ്ങനെ ഓരോന്നിന്റെ എഴുതുക. ഓക്കെ, ഹിയർ ഓരോന്നിന്റെ വെയിറ്റ് ലിസ്റ്റ് ചെയ്ത് ഹിയർ ദ മിനിമൽ വെയിറ്റ് ഈസ് എത്ര വരുന്നത്? 3. ഫോർ ദ എഡ്ജ് ഏതാണ്? എ ബി. സോ എ ബി എഴുതുക. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ചെയ്യാം. സ്റ്റെപ്സ് നിങ്ങൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സ്റ്റെപ്പ് 1 ആയിട്ട് ഏതാണെന്ന് എടുക്കുക, സ്റ്റെപ്പ് 2 ഏതെടുത്തു, സ്റ്റെപ്പ് 3 ഏതെടുത്തു, അത് എഴുതിയിട്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മതി. ഇതൊരു 6 മാർക്കിന്റെ പ്രോബ്ലം ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ക്രൂസ്കൽസ് അല്ലെ പ്രിൻസിപ്പിൾ, ഏതെങ്കിലും ഒന്ന് ചോദിക്കും. രണ്ടും സെയിം ഏതാണ്. ആകെ വ്യത്യാസം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്ന
മുമ്പ് നമ്മൾ പറഞ്ഞത് പ്രിൻസിൽ എന്തായിരുന്നു, നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് ആർബിട്രറി വൺ ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് പോകുന്നു. രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഷുവറായിട്ട് ചോദ്യം വരും. സോ അതൊന്ന് ചെക്ക് ചെയ്തിരിക്കുക. ഇതിന്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. സോ സ്റ്റഡി ദോസ് തിങ്സ്. താങ്ക് യു സ്റ്റുഡൻസ്.